നമുക്കിന്ന് ഒരു 6-year-old അല്ലെങ്കിൽ 7-year-old കുട്ടികൾക്ക് മാത്തിൽ അവർ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. അവർക്ക് സ്ഥിരം അത് തെറ്റിപ്പോ അവർ ഗ്രേറ്റർ ദാനിന് പകരം ലെസ് ദാൻ സിമ്പിൾ ഇടും, ലെസ് ദാനിന് പകരം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടും. അപ്പോൾ അതിന് ഒരു ആലിഗേറ്റഡ് ടെക്നിക്ക് വഴി അവർക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് ആലിഗേറ്റഡ് ടെക്നിക്ക്. ഇത് ആലിഗേറ്ററിന്റെ മൗത്ത് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, ആലിഗേറ്ററിന്റെ അല്ലെങ്കിൽ ആലിഗേറ്റർ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ നമ്പർ ആയിരിക്കും എന്ന് പറയണം. കുട്ടികൾക്ക് അറിയാം ഏതാ വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ എന്ന്, പക്ഷെ അവർക്ക് ആ സിമ്പിൾ മാത്രമേ മാറൂ. അപ്പം നമുക്കത് ടെക്നിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ടെക്നിക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 15, 18. അപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കും ഇതിൽ ഏതാണ് ലാർജർ നമ്പർ. അപ്പോൾ അവർ പറയും 18. അപ്പോൾ ആലിഗേറ്റർ എന്താ കഴിക്കുക, 18 അല്ലേ കഴിക്കുക വലിയ നമ്പർ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ സൈഡിലോട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അപ്പം ഈ സിമ്പിൾ എങ്ങനെ ഇങ്ങനെയല്ലേ വരുന്നത്, അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയ നമ്പർ, ഇവിടെ വലിയ നമ്പർ. അടുത്തത് 29, 26. അപ്പോൾ ഏതാ ആലിഗേറ്റർ കഴിക്കുന്ന, ആലിഗേറ്റർ കഴിക്കാൻ പോകുന്ന വലിയ നമ്പറാണ്. അപ്പോൾ 26 കഴിക്കുമോ? ഇല്ല, ആലിഗേറ്റർ കഴിക്കാൻ പോകുന്ന 29 ആണ്. അപ്പോൾ വലിയ നമ്പർ വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ നോക്കൂ, ഇത് ലെസ് ദാൻ സൈൻ ആണ്. 26ലോട്ട് പോകുന്നത് ലെസ് നമ്പർ, ഇത് ലാർജർ നമ്പർ. അതുപോലെ 41, 45 ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് ആവോ? ഇല്ല, 45 ആണ് ലാർജർ നമ്പർ. അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ 45 കഴിക്കുക ആലിഗേറ്റർ ഇങ്ങനെ. അപ്പം ഈ രീതിയിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആലിഗേറ്റർ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.